എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ രാവിലെയും കാര്യങ്ങളൊക്കെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ബസ് ഡ്രൈവിങ്ങിന് കാര്യങ്ങളൊക്കെ പോകണം ഗൈസ്. അപ്പം ഇന്നാണ് നമ്മൾ KSRTC ഡ്രൈവിംഗ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന് അടിപൊളി ഒരു ജോലിയും കാര്യമാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമ്മൾ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ബസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ കയറിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടെ കാണുന്നവരെ ഒന്ന് കയറ്റണം. അപ്പം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ വരുവാനാണ് ഗൈസ്. അപ്പം റെയിൽവേ സ്റ്റേഷൻ മുതലാണ് ഗൈസ് ആൾക്കാർ കയറുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അവിടുന്ന് 5-6 പേരൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളവരൊക്കെ കയറുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് ഗൈസ്. എൻ്റെ മോനെ ആരാണ്ട് നമ്മൾ ഇടിച്ച കണക്കുണ്ട് കേട്ടോ ഗൈസ്. ഇടിച്ച ഗൈസ് അത് നമ്മൾ ബ്രേക്ക് പിടിച്ചതാണ് ഗൈസ്. ആരെങ്കിലും ഫ്രണ്ട് ഉണ്ടോ ഒന്നും അറിയാൻ വയ്യ ഗൈസ്. നമ്മളാണെങ്കിൽ 360 ഡിഗ്രി ആംഗിൾ ക്യാമറയും ഇല്ല. ഇടിച്ച് ഗൈസ്, ഇടിച്ചതാണ് ഗൈസ്. അപ്പോൾ ഒരു പോർഷക്കാരനും കാലൊക്കെ നമ്മൾ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് പയ്യെ ബാക്കും കാലൊക്കെ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ അടിയിലൊരു ബൈക്കാരൻ പെട്ടുപോയായിരുന്നു കേട്ടോ ഗൈസ്. ബൈക്ക് മാത്രമേ ഉള്ളൂ. അയാളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മേളിലെത്തി കാണുക കേട്ടോ ഗൈസ്. അപ്പം നമ്മളാണ് എൻ്റെ മോനെ ജസ്റ്റ് മിസ് ഗൈസ്. ആ മരത്തിലും കാലൊക്കെ ഇടിക്കാൻ നമ്മൾ ജസ്റ്റ് മിസ്സിലാണ് ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എൻ്റെ മോനെ ഇടിക്കില്ല, ഇടിച്ച് ഗൈസ്. നമ്മളാണെങ്കിൽ നേരെ ഗൈസ് ആ സ്കൂളിൽ ചെന്ന് ഇപ്പം ജസ്റ്റ് മിസ്സിന് ഇടിക്കേണ്ട ആയിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഇടിച്ചില്ല കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നമ്മളെ വണ്ടികളൊക്കെ നേരെ കത്തിച്ചങ്ങ് വിട്ടേക്കാം. നമ്മളെ വണ്ടിക്ക് സ്റ്റിയറിങ്ങിന് എന്താണ്ട് ചെറിയൊരു കുഴപ്പം ഗൈസ്. നമ്മൾ വരി തെറ്റി കേട്ടോ ഗൈസ്. നമ്മൾ വരികളൊക്കെ തെറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്. ഈ ഒരു കുറുക്ക് വരികളൊക്കെ കയറി അങ്ങ് പോവാൻ കുഴപ്പമില്ല. ആരും ഇല്ലല്ലേ, ആരൊന്നും ഇല്ലല്ലേ അവിടെ ആരും ഇല്ല ഗൈസ്. നമുക്ക് നേരെ ഗ്രാമത്തിൻ്റെ നടുക്ക് വരെ അങ്ങ് പോവാം ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ നമ്മൾ ഇങ്ങോട്ട് വണ്ടി വളച്ചു. ആ ചേച്ചി ഇടിക്കാൻ ജസ്റ്റ് മിസ്സായിരുന്നു. ആ ചേച്ചി ഇപ്പോൾ പടാന്ന് പറഞ്ഞിപ്പം ആന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടുള്ളതായിരുന്നു. ജസ്റ്റ് മിസ്സിന് ഗൈസ് ആ ചേച്ചീനെ രക്ഷപ്പെട്ട് ഗൈസ്. നമ്മളെ വണ്ടി രക്ഷപ്പെട്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇങ്ങോട്ട് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ട്രെയിനൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇച്ചിരി നിർത്തിയിടണം കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്ക് കയറാനുള്ളവർ കയറും, ഇറങ്ങാനുള്ളവർ കയറും കേട്ടോ ഗൈസ്. വെറുതെ ഇട്ടാൽ പോരെ കേട്ടോ ഗൈസ്. വളച്ച് തന്നെ ഇടണം ഗൈസ്. അടിപൊളിയായിട്ട് ഇങ്ങനെ വളച്ചിടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിനകത്തേക്ക് കയറത്തോളെ. നമ്മൾ പയ്യെ ബാക്കിലോട്ട് ഞങ്ങളൊക്കെ വളച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ വണ്ടി എടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇച്ചിരി ഇവിടെ നിർത്തിയിട്ടേക്കാം. ഗൈസ് അപ്പം നമ്മൾ വണ്ടി ഞങ്ങളൊക്കെ എടുക്കാൻ സമയമായിട്ടുണ്ട് ഗൈസ്. എല്ലായിടത്തും നമ്മളൊരു 1 മിനിറ്റ് വെച്ച് ഇടണമെന്നാണ് നിയമം. നമ്മളാണെങ്കിൽ ഒരു 50 സെക്കൻഡ്സ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇടത്തില്ല. അപ്പോഴത്തേക്ക് 1 മിനിറ്റ് ആവും ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമ്മളെ വണ്ടികളൊക്കെ നല്ല ആക്സിലറേഷനുകളൊക്കെ കൊടുത്ത് നമ്മളെ വണ്ടിയെ നേരെ കത്തിച്ച് വിടുകയാണ് നമ്മളെ ഇന്ത്യൻ ഓയിലോട്ട്. നമുക്കാണെങ്കിൽ പെട്രോൾ പെട്ടെന്ന് അടിക്കണം ഗൈസ്. അല്ലെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടി ഇതാവുന്നില്ല ഗൈസ്. ഭയങ്കര സ്പീഡ് കുറവ്. അതുപോലെ തന്നെ എണ്ണയില്ലാത്തതിൻ്റെ ചെറിയൊരു നിന്ന് പോകുന്നുണ്ട് വണ്ടി ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടികളൊക്കെ ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഇത് ഇതിലും ഓടും കേട്ടോ ഗൈസ്. അതാണ് ഗൈസ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇലക്ട്രിക്കിലും ഓടും, ഓയിലിലും ഓടും. അപ്പോൾ നമ്മളിപ്പോൾ ഓയിലിലാണ് ഓടുന്നത്. നമ്മളതിലിപ്പോൾ ഇലക്ട്രിക്കിൻ്റെക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഓയിലാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ നമ്മളിവിടെ പെട്രോളും കാലൊക്കെ അടിക്കട്ട് കേട്ടോ ഗൈസ്. പയ്യെ പെട്രോൾ അടിച്ചിട്ട് വളയ്ക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ പെട്രോളും കാലൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ടില്ല, പകുതി ആക്കിയിട്ടോളം. നമ്മളെ പൈസ ഇല്ല, നയാ പൈസയില്ല എന്ന് പറഞ്ഞ കണക്കാണ്. നമ്മളെ പൈസ ഇല്ല കേട്ടോ ഗൈസ്. അതുകൊണ്ടല്ലേ ഗൈസ് ഈ ഒരു ബസ്സിൻ്റെ ഓട്ടത്തിന് ആളൊക്കെ ഇറങ്ങിയത് ഗൈസ്. പകുതി ആകുമ്പോൾ ഒരു 500 ആവും ഗൈസ്. എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ സ്കിപ്പ് ആക്കാതെ ഫുൾ വീഡിയോ കാണുക ഗൈസ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗീവ് അവേയുടെ ഒരു കോഡ് നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഗീവ് അവേയുടെ കാര്യങ്ങളെ. അപ്പം ആരും നമ്മൾ ചെയ്ത റൂൾസ് ഒന്നും പാലിച്ചിട്ടില്ല. നാളെ വരെ ഉള്ളു കേട്ടോ ഗൈസ് ഈ ഒരു റൂൾസും കാണും. അത് കഴിഞ്ഞ് നമ്മൾ ഗീവ് അവേ നിർത്തുകയാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവരും ഷെയറിൽ ലൈക്കൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് കാളൊക്കെ വന്നിട്ടുണ്ട്. ഇനി എയർപോർട്ടിലുള്ള എല്ലാവരും കയറിയിട്ട് കാണണം ഗൈസ്. ഗൈസ് അങ്ങനെ എല്ലാവരും കാളൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെ വണ്ടി കാണാൻ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് നമ്മൾ വീണ്ടും മുൻപിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ ഇന്നത്തെ റൂട്ടുകളൊക്കെ വളരെയധികം ചെറിയൊരു റൂട്ടുകളുമാണ് ഇന്ന് നമുക്ക് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ഗൈസ് നമ്മൾക്കാണെങ്കിൽ ഇന്ന് നേരത്തെ കാളൊക്കെ നമുക്കാണെങ്കിൽ ഇന്ന് പോകേണ്ടുള്ളതാണ് ഗൈസ്. ഇന്നാണെങ്കിൽ നമ്മൾ ഷിൻചാൻ്റെ ബർത്ത്ഡേ കാളിലൊക്കെയാണ്. നമ്മളെ ഷിൻചാൻ്റെ അല്ലേ കേട്ടോ ഗൈസ്, നമ്മളെ പിഞ്ചാൻ്റെ ബർത്ത്ഡേ കാളുമാണ്. അപ്പോൾ പിഞ്ചാനും കാളൊക്കെ നമ്മളെ നാട്ടിലോട്ട് വന്നിട്ട് ചെറിയൊരു പാർട്ടിയായിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ മൈക്കിളിനെയൊക്കെ വിളിച്ച് കേട്ടോ ഗൈസ് അടിപൊളിയായിട്ട് നടത്തും.
ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് നേരെ നമ്മൾ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ മിലിറ്ററി ബേസിൻ്റെ അവിടെയാണ് പോകുന്നത്. ഗൈസ് അവിടെ യുദ്ധമൊന്നും ഉണ്ടാക്കാനല്ല കേട്ടോ ഗൈസ് പോകുന്നത്. നമുക്കാണെങ്കിൽ അതിലെയാണ് ഇപ്പോഴത്തെ റൂട്ടുകൾ ഉള്ളത്, അല്ലാതെ വേറെ ഒന്നിനും അല്ല കേട്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ അതിലെയാണ് ഇപ്പോൾ പോകാനുള്ള റൂട്ടുകളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ കണക്ക് നമ്മളെ റൂട്ടിൽ പോകും കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇട്ട് ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഈ ഒരു മിലിറ്ററി ബേസിന് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണെങ്കിൽ ഇവിടെ വലിയ പട്ടാളങ്ങളൊന്നും ഇല്ല, ഇതിൻ്റെ അകത്താണ് ഗൈസ് നിറച്ചും പട്ടാളക്കാരെന്ന് വെച്ചാൽ പട്ടാളക്കാർ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ റാം ജമ്പിൻ്റെ സ്ഥലത്താണ് കേട്ടോ ഗൈസ് മിലിറ്ററി ബേസ്. ഇപ്പോൾ ഈ ഒരു ഗെയിമും അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ പോയെന്ന് അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മളെ മിലിറ്ററി ബേസിൻ്റെ പകുതി ഇവിടെ വെച്ച് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാ ഗൈസ് നമ്മളെ വണ്ടികൾക്ക് വെറുതെ കൊണ്ടുപോയി വെടിയൊക്കെ കൊള്ളുന്ന ഗൈസ്, അതിനെക്കാട്ട് ഗൈസ് റോഡിൽ കൂടെ പോകുന്നതാണ് നല്ലത് കേട്ടോ ഗൈസ്. വെറുതെ എന്തിനാണ് ഗൈസ് നമ്മളെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പോകുന്നത് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമ്മൾ ഇങ്ങോട്ടുകളൊക്കെ വന്ന് നമ്മളെ വണ്ടികളൊക്കെ വളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ ഏത് കാർ ഗൈസ് പോർഷെ ഇല്ലേ ഗൈസ്. ഇതിനകത്തൊരു പോർഷകളൊക്കെ ആണ് നമ്മളെ പിഞ്ചാനങ്ങളൊക്കെ എന്ന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. മിനി പോർഷയാണ്, വലുത് ഓട്ടിക്കുകയാണെങ്കിൽ ഇവനെ പോലീസ് പിടിച്ചിട്ട് ഗൈസ് എൻ്റെ പേര് പറയും അവൻ. അതുകൊണ്ട് തന്നെ നമ്മളെ മിനി ഇതാണ് കേട്ടോ ഗൈസ് മേടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് ഇനിയുള്ള ആൾക്കാരെല്ലാം ഉള്ളത്. ഇനി അവിടെയൊക്കെ പോകുന്ന ശേഷം എല്ലാവരും കയറ്റണം. അപ്പം നമ്മൾക്കാണെങ്കിൽ നേരെ നമ്മൾ കൺസ്ട്രക്ഷനിലേരോട്ട് നമ്മളെ വണ്ടികളൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ മാറ്റാനുള്ള സമയമായിട്ടോട്ട് ഗൈസ്. അപ്പം നമ്മൾ പുതിയ വണ്ടികളൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അടിപൊളി ഒരു വണ്ടികളൊക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കാം. അപ്പം നമ്മളിത് ടൂറിസ്റ്റ് അല്ല കേട്ടോ ഗൈസ്, ഇത് നമ്മൾ KSRTC മിന്നലല്ല ഷിഫ്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് ഇവിടുന്ന് ആൾക്ക് ഇച്ചിരി പേരെ കയറ്റാറുണ്ട്. ഇന്ന് ഇവിടുന്നുള്ളവരെ എല്ലാവരെയും കയറ്റിട്ട് വേണം നമുക്കാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിൽ കൊണ്ടുപോയി നമ്മളെ വണ്ടികളൊക്കെ ഒതുക്കിയിടാൻ കേട്ടോ ഗൈസ്. ഇന്ന് വല്ലാത്ത ക്ഷീണം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് നേരത്തെ ഉള്ള റൂട്ട് തന്നെ പിടിക്കാന്ന്. അപ്പം നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിടാം ഗൈസ്. അങ്ങനെ എല്ലാവരും കാലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെ വണ്ടികളൊക്കെ വീണ്ടും എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അടിച്ച് വിട്ട് പോവുകയാണ്. എവിടെയും നിർത്താനില്ല, നമ്മൾ നേരെ നമ്മളെ സ്റ്റോപ്പിലാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ബസ്സിലിരുന്ന് നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഗൈസ്, അത് നമ്മളാണ്, വേറെ ആരും ഇല്ല കേട്ടോ ഗൈസ്. എൻ്റെ മോനെ ഇപ്പോൾ ആ KTM കാരാണ്, ആ വണ്ടിക്കകത്ത് ആരും ഇല്ലാതെ ഭാഗ്യം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് പുടുത്തത് ഇപ്പം കേട്ടാനെ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലൊന്നും ആരും ഇല്ലല്ലോ. എൻ്റെ മോനെ ജസ്റ്റ് മിസ് ഗൈസ് ഇടിക്കാനേക്കാം ഗൈസ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മിസ്സിലാണെങ്കിലാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടി പയ്യെ ഇടിക്കാതെ കയറ്റിയിടണം. തട്ടിയാൽ നമ്മൾ പൊട്ടനാവും. തട്ടിയില്ല കേട്ടോ ഗൈസ്, ഇതുവരെയായിട്ട് തട്ടിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ നമ്മളെ വണ്ടികളൊക്കെ പയ്യെ കയറ്റുന്നുണ്ട്. എന്തായാലും സ്ക്രാച്ചൊന്നും വീണില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.